ஆக்சுவலி தமிழ்நாட்டில் பார்த்த மாதிரி இருந்துச்சு. பயங்கர எக்ஸ்பீரியன்ஸாக இருந்துச்சு. பயங்கர ஆக்சுவலி மங்காத்தாக்காக ரொம்ப வெயிட் பண்ணோம். பயங்கர அடிபொலியாக இருந்துச்சு. சூப்பராக இருக்கு. சூப்பர். நல்லா இருக்கு. எக்ஸ்பீரியன்ஸ் எப்படி இருக்கு? நல்லா இருக்கு. திரும்ப ஃபர்ஸ்ட் ஷோ பார்த்தா தியேட்டர்ல ஃபர்ஸ்ட் டைமா பார்த்தா? இல்லை, நான் அப்போ ரிலீஸ் ஆனப்பே நான் பார்த்துட்டேன். இப்போ வைப் எப்படி இருக்கு? வைப் ரொம்ப நல்லா இருந்துச்சு. நான் தமிழ்நாட்டிலேருந்து வரேன். நான் இங்கே இவ்வளோ க்ரேஸ் இருக்குன்னு நான் எக்ஸ்பெக்ட் பண்ணல. பட் இங்கே ரொம்ப நல்ல ஒரு க்ரேஸ். எக்ஸ்பீரியன்ஸ் படம் செம்மையாக இருக்கு. அடிபொலி வரைக்கும் டச் எக்ஸ்பீரியன்ஸ் நல்லா இருந்துச்சு. மங்காத்தா தலை கோட்டை எப்படி இருக்கு? தலை நல்லா இருக்காரு. அதில் நல்ல எக்ஸ்பீரியன்ஸ் കൊള്ളാം. തലയുടെ വിളയാട്ട് അത്ര തന്നെ, അതൊന്നും ഇല്ല. 15 വർഷത്തിന് ശേഷം കാണുന്ന ഒരു പടമായിട്ട് തോന്നുന്നില്ല. ഇപ്പോഴും ഫ്രഷ് ആയിട്ടൊരു പുതിയ പടം കണ്ട ഒരു ഫീൽ തന്നെ. ഫസ്റ്റ് ടൈം ആണോ കാണുന്നത്? അല്ലല്ല, സെക്കൻഡ് ടൈം തന്നെ. വൈബ് എങ്ങനെയുണ്ട്? വൈബ് പൊളി വൈബായിരുന്നു. ഇല്ല, അപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. സംഭവം ഇങ്ങനെ ഒരു മെയിൻ സ്ട്രീം നടൻ ഇങ്ങനൊരു സാധനം ഇത്രയും ഡാർക്കായിട്ടൊരു പരിപാടി ചെയ്യണത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ. എല്ലാം നാടൻ രക്ഷിക്കുക, കർഷകരെ രക്ഷിക്കുക, ആ സ്കീം അല്ലാതെ മാറ്റി പക്കാ ഡാർക്ക് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമുക്കൂടെ ബാഡ് ആവുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ അജിത്ത് ചെയ്യും. അതൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട്. ഏത് മങ്കാത്തയാണ്? ഞാൻ കുഴപ്പമില്ല. എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. കുറേ നാൾക്ക് അന്ന് കാണാൻ പറ്റിയില്ല, ഇപ്പം അതിന് വർത്താണ്. ഈ പടം ആദ്യം ഇറങ്ങുമ്പോൾ 2013 ഞാൻ 5ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ എനിക്കന്ന് തിയേറ്റർ കാണാൻ പറ്റില്ല. ആ ഒരു എക്സ്പീരിയൻസിലാണ് വന്നത്. പീക്ക് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ടി വിയിലെല്ലാം കണ്ടിട്ടുണ്ട്. പീക്ക് എക്സ്പീരിയൻസ് ആണ്. പിന്നെ എനിക്ക് ഒരു ഫാൻ ബൈ മൊമെന്റ് എന്ന നിലയിൽ കുറേ ഹൈ മൊമെന്റ്സ് കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും പടം അറിയാലോ. സോ ഇറ്റ് വാസ് വെരി ഹാപ്പി വിത്ത് പാക്ക് ക്രൗഡ്. കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അജിത്തിനെയാണ് നമുക്ക് വേണ്ടത്. ഗുഡ് ബാഡ് അഗിളിൽ കിട്ടി. പക്ഷേ വെയിറ്റിംഗ് ഫോർ മോർ ഫിലിംസ് ലൈക്ക് ദിസ്. അത്രേ ഉള്ളൂ. ഞാൻ പറയാം, ആ ഒരു ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് തിയേറ്റർ കാണാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കത്തിച്ചു, പിന്നല്ലാതെ തലയല്ലേ. ഫസ്റ്റ് ഷോ തല കടവുളെ അജിത്ത് അടിപൊളി ബ്രോ. ഒന്നും പറയില്ല. അടിപൊളി റിലീസ്. ഒന്നും പറയില്ല. അല്ല, കിട്ടില്ല. ഫസ്റ്റ് ഇറങ്ങിയ പോലെ തന്നെ പുതിയ റീ റിലീസ് ഒന്നും പറയാൻ തോന്നൂല. കിട്ടില്ല. ഫസ്റ്റ് 500 കോടി 1000 പൊണ്ടാടി കിടപ്പണ്ട. ഭയങ്കര എക്സ്പീരിയൻസ്. എൻ്റെ പൊന്നെ, അന്നത്തെ ആ സംഭവം അതുപോലെ ഫാൻസുകാരും ഒരുത്തിനും തുണിയൊന്നും ഇല്ല അകത്ത്. തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഡാൻസും ഭയങ്കര എക്സ്പീരിയൻസ് ആ ബ്രോ. ഗൂസ് ബംബാ. അത് തല ആ ഒരു തിയേറ്റർ, പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഡയറക്ഷനും മ്യൂസിക്കും യുവൻ ശങ്കർ രാജയുടെ ആ BGM ഭയങ്കര ഓളം തിയേറ്ററിനകത്ത്. തറയിലൊന്നും അല്ലായിരുന്നു. അതിപ്പം ആണുങ്ങളൊന്നും അല്ല, പെണ്ണുങ്ങളൊന്നും അല്ല, എല്ലാവരും. ഗില്ലിക്ക് ശേഷം തിയേറ്റർ ഒന്ന് ഇളക്കി മറിച്ച് കളഞ്ഞു. ഭയങ്കര സംഭവം.